കാണിക്കുന്ന ആവശ്യത്തിലേക്കായിട്ട് തൃപ്പാദങ്ങളുടെ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ വരികയാണ്. ഒരു കാര്യമൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് ഫോട്ടോഗ്രാഫറോട് ചോദിക്കുകയാണ്, വൈദിക മഠത്തിന്റെ മുറ്റത്ത് നിൽക്കുന്ന മാവ് ചൂണ്ടിക്കാണിച്ചിട്ട്, മാമ്പഴം ചൂണ്ടിക്കാണിച്ചിട്ട് തൃപ്പാദങ്ങളൊന്ന് ചോദിച്ചു ഫോട്ടോഗ്രാഫറോട്, എന്താണ് ആ മാമ്പഴത്തിന്റെ ഫോട്ടോ എടുക്കുവാൻ അറിയാമോ എന്ന്. നമ്മൾ ഓർക്കണേ, ഏറ്റവും പ്രഗത്ഭനായ ഫോട്ടോഗ്രാഫറോടാണ് ചോദിക്കുന്നത്, ആ മാമ്പഴത്തിന്റെ പടം എടുക്കാൻ അറിയാമോ എന്ന്. ഫോട്ടോഗ്രാഫർ അല്പം പോലും അമാന്തിക്കാതെ മറുപടി പറഞ്ഞു, അറിയാം സ്വാമി. അല്പനേരം മൗനമായിരുന്നിട്ട് ഗുരുവിന്റെ അടുത്ത ചോദ്യം മാമ്പഴം ചൂണ്ടിക്കാണിച്ചിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അതിൻ്റെ രസപ്പടം എടുക്കുവാൻ അറിയാമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് മാവിൽ കിടക്കുന്ന മാമ്പഴത്തിന്റെ രസപ്പടം എടുക്കുക? മാങ്ങായുടെ പടമെടുക്കാം, മാമ്പഴത്തിന്റെ പടമെടുക്കാം. പക്ഷെ ഒരു ഫോട്ടോഗ്രാഫർക്ക് എങ്ങനെയാണ് മാമ്പഴത്തിന്റെ രസപ്പടം എടുക്കുവാൻ സാധിക്കുക? പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മാമ്പഴം നമ്മൾ അനുഭവിച്ച് അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ മാത്രമാണ്, അതിൻ്റെ തനിമ ആസ്വദിച്ച് അത് രുചിക്കുമ്പോൾ മാത്രമാണ് ആ മാമ്പഴം മധുരമൂറുന്നതാണോ പുളിയനാണോ കവർപ്പുള്ളതാണോ എന്ന് നമുക്കറിയുവാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സ്വാമി തൃപ്പാദങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയണമെങ്കിൽ ആ ജ്ഞാനസാഗരത്തെ നമ്മൾ അനുഭവിച്ചറിയുവാൻ ശ്രമിക്കണം. പക്ഷേ ആത്മോപദേശ ശതകം 63-ാം ശ്ലോകത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ, അറിവിലിരുന്ന പരത്വമാർന്നിടാതെ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയേതാൻ പരവശനായ അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. സ്വാമി തൃപ്പാദങ്ങള് ഇവിടെ ബാഹ്യമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ആനന്ദ തുലീനതയില് മനസ്സിനെ നിർത്തിക്കൊണ്ട് ഈശ്വര സാക്ഷാത്കാര അവസ്ഥയിൽ അമർന്നുകൊണ്ട് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ ഒന്നും ഫലം ഞാനാണ് അത് ചെയ്തത് എന്ന് മറ്റുള്ളവർക്ക് തോന്നാത്ത വിധത്തില് എല്ലാത്തിനോടും ഒരു അന്യഭാവം കൈക്കൊണ്ടുകൊണ്ട് സർവചരാചരങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാരാബ്ധ കർമ്മങ്ങളില് ദുഃഖിതരായ സർവജനസഞ്ചയങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ബാഹ്യപ്രപഞ്ചത്തിലെ വിഷയങ്ങളൊന്നും തൻ്റെ മനസ്സിനെ അതിൻ്റെതായ ക്രെഡിറ്റുകളൊന്നും ആ ആനന്ദത്തിന് ഒരു മുറിവും വരുത്താതെ ഇങ്ങനെ ആനന്ദ തുലീനതയില് കഴിഞ്ഞുകൂടുമ്പോൾ ലോകർക്ക് വേണ്ടിയിട്ട് ആയുസ്സും പവസ്സും ആത്മതപസ്സും അർപ്പിച്ചുകൊണ്ട് കർമ്മത്തിൽ മുഴുകുമ്പോൾ ആ പണ്ഡിതനായ ശ്രേഷ്ഠന്റെ പരമരഹസ്യം ആരു പാർത്തിടുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും, എന്താണ് പണ്ഡിതൻ എന്നതിൻ്റെ അർത്ഥം? ഗീതയില് നല്ലൊരു വചനമുണ്ട്, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വഭാഗേ ച പണ്ഡിത സമദർശിനഃ എന്ന് വെച്ചു കഴിഞ്ഞാൽ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും ഒരു ഗവിയിലും ഒരു പശുവിലും ഒരാനയിലും ഹസ്തിനി ഒരാനയിലും
ഒരു ചണ്ടാലനിലും ഭേദവ്യത്യാസമില്ലാതെ ഒരേ ഭാവത്തോടെ ഒരേ മനസ്സോടെ ആർക്കാണോ ദർശിക്കുവാൻ സാധിക്കുന്നത്, ആ വ്യക്തിക്ക് നമ്മള് പണ്ഡിതൻ എന്ന് പറയും. അതായത് സർവജീവനിലും ഒരേ ഭാവത്തെ, ഒരേ ചൈതന്യത്തെ ദർശിക്കുന്ന യോഗിയെയാണ് നമ്മൾ പണ്ഡിതൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നാരായണ ഗുരുവായ ആ പണ്ഡിത ശ്രേഷ്ഠന്റെ പരമരഹസ്യത്തെ ആർക്കാണ് അറിയുവാൻ സാധിക്കുന്നത്? ഇത് തന്നെയാണ് കുമാര മഹാകവി ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ നേരായ വഴികാട്ടുന്ന ഗുരുവാണ് പരദൈവം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അന്വേഷിക്കുന്നവർക്ക് മാത്രം അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ നേരായ വഴി കാട്ടുന്ന ഗുരു സഷാൽ പരദൈവം എന്ന് മഹാകവി കുമാരനാശാൻ ലോകത്തോട് പറയുകയാണ്. ആരായിരുന്നു മഹാകവി കുമാരനാശാൻ? ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ, ഗുരുവിനോടൊപ്പം വിശ്രമിക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ ഭാഗ്യം ലഭിച്ച, ഗുരുവിന്റെ ആ ജ്ഞാനാമൃതത്തെ നുകരുവാൻ ഭാഗ്യം സിദ്ധിച്ച, മഹാകാവ്യം എഴുതാതെ തന്നെ മഹത്വമേറിയ കവിത എഴുതിയതിനാൽ വെയിൽസ് രാജകുമാരന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിയ ആ മഹാകവി കുമാരനാശാനാണ് ലോകത്തോട് പറയുന്നത്, ആരായണം, ആരായണം, അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ നേരായ വഴികാട്ടുന്ന ഒരു സാക്ഷാൽ പരദൈവം തന്നെയാണ് എന്ന്. പക്ഷെ ആത്മോപദേശ ശതകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകും ഈ പരബ്രഹ്മ സ്വരൂപന്റെ നില, ഈ പരദൈവ സ്വരൂപന്റെ നില നമുക്ക് അനുഭവിക്കാതെ അറിയുവാൻ സാധ്യമല്ല തന്നെ. അനുഭവിയാതറിവില അഖണ്ഡമാം ചിത്ഖനമേതു മൗനഘനാമൃതാബ്ദിയാകും. ഈശ്വരാപരമായ ഈ സാക്ഷാത്കാര അവസ്ഥ ബാഹ്യമായിട്ടുള്ള നാമരൂപങ്ങളൊക്കെ ഏകീഭവിച്ച് കേവല ബോധസ്വരൂപം അഖണ്ഡബോധത്തിൽ ലയിച്ചു ഒന്നായി തീരുന്ന ഈ അവസ്ഥ അനുഭവിക്കാതെ അറിയുവാൻ സാധ്യമല്ല തന്നെ. ഈ അനുഭവം എന്ന് പറയുന്നത് ഒരു മൗന ഘനാമൃതാബ്ദിയാണ്. മൗനം മുറ്റി നിൽക്കുന്ന ഒരു അമൃത സമുദ്രമാണ്. ആ അവസ്ഥയെ തന്നെ ആത്മോപദേശ ശതകത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിലമൊടു നീരതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകവും ഉയർന്നറിവായി മാറിടുന്നു. നിലമൊടു നീരതുപോലെ കാറ്റ് തീയും വെളിയും. നിലമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭൂമി, നീര്, ജലം, കാറ്റ്, വായു, അഗ്നി, പഞ്ചഭൂതങ്ങളെയാണ് പറയുന്നത്. നിലമൊടു നീരതുപോലെ കാറ്റ് തീയും വെളിയും, വെളി ആകാശം, ആകാശവും അഹങ്കൃതി വിദ്യയും മനസ്സും നമ്മുടെ അന്ധക്കരണ ഘടകങ്ങളും. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങി അന്ധക്കരണ ഘടകങ്ങളും വിദ്യാശക്തിയും എല്ലാം ഉയർന്ന് അറിവായി മാറിയിടുന്നു. ഈ പരമ സാക്ഷാത്കാര നിലയില് പ്രാപഞ്ചിക വിഷയങ്ങളെല്ലാം ഏകീഭവിച്ച് അഖണ്ഡബോധത്തിൽ ലയിച്ച് ഒന്നായി തീരുന്ന ഒരവസ്ഥയാണ് ആത്മോപദേശ ശതകത്തിലൂടെ പറയുന്നത്. നിലമൊടു നീരതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട, തിരകളും സമുദ്രവും എന്നും വേണ്ട എല്ലാ ഉലകവും ഉയർന്നറിവായി മാറിടുന്നു. ഈ പരമാത്മ നിലയില്
ഗഗനം ജ്വലിക്കും. അന്നാളണയും അതിങ്കലശേഷ ദൃശ്യജാലം. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. പ്രിയമുള്ള ആത്മസഹോദരങ്ങളെ, ഈ ആത്മസാക്ഷാത്കാര നിലയില് ആനുഭൂതിക തലത്തില് പരബ്രഹ്മ സ്വരൂപം കേവല ബോധം അഖണ്ഡബോധവുമായിട്ട് ഏകീഭവിച്ചു ഒന്നായി ഇങ്ങനെ ചേർന്നിരിക്കുന്ന ആനുഭൂതിക നിലയിൽ ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. ധ്വനിമയമായി ആകാശം ജ്വലിക്കും. എവിടുത്തെ ആകാശം? ഹൃദയ ഗുഹയിലെ ദഹരാകാശം പ്രത്യക്ഷപ്പെടും. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ദഹരാകാശം എന്ന് ഉപനിഷത്തിൽ പറയുന്നത്? അതായത് പ്രാപഞ്ചിക വിഷയങ്ങൾ നമ്മളിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ഒരു ശൂന്യ ആകാശത്തിൽ എന്ന പോലെ സത്വഗുണം നിറഞ്ഞു പൂരിതമാകും. ആ സമയത്ത് ത്രിപുടി മുടിയും. എന്താണ് ത്രിപുടി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പ്രപഞ്ചത്തില് ഏതൊരു കാര്യത്തെ എടുത്തു ദർശിച്ചു കഴിഞ്ഞാലും, ഏതൊരു കാര്യത്തെ മനന വിഷയമാക്കിയാലും അവിടെ ഒരു ത്രിപുടി ഉണ്ടാകും, 3 പുടങ്ങൾ ഉണ്ടാകും. ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പുടങ്ങൾ ഉണ്ടാവും. അതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഒന്നാമത്തെ പുടം അറിവ്, രണ്ടാമത്തെ പുടം അറിയപ്പെടുന്ന വസ്തു, മൂന്നാമത്തെ പുടം എന്ന് പറയുന്നത് അറിയുന്നവൻ. ഇതാണ് ത്രിപുടി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എടുക്കുന്ന ഏതു കാര്യത്തിലും ത്രിപുടി അടങ്ങിയിട്ടുണ്ട്. ഒരു കാഴ്ചയാണ് കാണുന്നതെങ്കിൽ അതിൽ കാഴ്ചയുണ്ട്, കാണപ്പെടുന്ന വസ്തുവുണ്ട്, കാണുന്നവനുണ്ട്. അതുപോലെ തന്നെയാണ് അറിവുണ്ട്, അറിയപ്പെടുന്ന വസ്തുവുണ്ട്, അറിയുന്നവനുണ്ട്. ഗുരു പറയുകയാണ്, ഈ ത്രിപുടി മുടിഞ്ഞിടുന്ന ദീപം. ഈ ത്രിപുടി എന്താണ് എന്ന് ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. ഒന്നുകൂടി ലളിതമായിട്ട് പറയാം. ഇതൊരു മോതിരമാണ്. ഇതെന്താണ്? ഒരു മോതിരം ആണ്. ഇതൊരു മാലയാണ്. ഇതൊരു കമ്മലാണ്. ഇത് മോതിരമാണ്, മാലയാണ്, കമ്മലാണ് എന്ന് അറിയുന്നവൻ ആരാണ്? ഞാൻ ആണോ? ഇത് മാലയാണ്, കമ്മലാണ്, മോതിരമാണ് എന്ന് അറിയുന്നത് ഞാനാണ്. ഇവിടെ അറിയപ്പെടുന്ന വസ്തുവാണ്, അതിന്റെ നാമമാണ് എന്ത്? മാലയായിട്ടും മോതിരമായിട്ടും കമ്മലായിട്ടും രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനകത്ത് ശാശ്വതമായ ഒരറിവുണ്ട്. അതെന്താണെന്നറിയാമോ? ആ അറിവാണ് ഇത് സ്വർണമാണ് എന്നുള്ള വസ്തുത. മാലയായിട്ടും മോതിരമായിട്ടും കമ്മലായിട്ടും രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് ഒരിക്കലും നശിപ്പിക്കുവാൻ സാധിക്കാത്ത, ഒരിക്കലും പുതുതായിട്ട് നിർമ്മിക്കുവാൻ സാധിക്കാത്ത സ്വർണമാണ്. അതാണ് അവിടുത്തെ അറിവ്. സ്വർണം തന്നെ നമ്മൾ അതിന്റെ ബാഹ്യ രൂപം കണ്ടിട്ട് അത് മോതിരമാണെന്നും അത് മാലയാണ് എന്നും കമ്മലാണ് എന്നും വ്യവച്ഛേദിച്ചറിയുന്നു. പക്ഷെ ഇതിനകത്ത് ആത്യന്തികമായ അറിവ്, സത്യം എന്ന് പറയുന്നത് ഇതെല്ലാം സ്വർണമാണ്. മനസ്സിലായോ? അടുത്ത ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു കുശവൻ മണ്ണുപയോഗിച്ച് കലം നിർമ്മിക്കുന്നു, കുടം നിർമ്മിക്കുന്നു, ചട്ടി നിർമ്മിക്കുന്നു.
നമ്മൾ നോക്കുമ്പോൾ അത് കുടമാണ്, കലമാണ്, ചട്ടിയാണ് എന്ന് പറയും. പക്ഷെ ആത്യന്തികമായിട്ട് അതിലടങ്ങിയിരിക്കുന്നത് മണ്ണാണ്. കുടം തല്ലി പൊട്ടിച്ചവിടെ ഇട്ടാലും മണ്ണവിടെ അവശേഷിക്കും. മാല ഉരുക്കി വളയാക്കിയാലും അവിടെ മാലയ്ക്കാണ് രൂപവ്യത്യാസം വന്നത്, വളയായിട്ട് സ്വർണം രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. അപ്പം വേദാന്തത്തിലെ ഈ ത്രിപുടി, അതായത് ബാഹ്യ വിഷയങ്ങളിലിരുന്ന് നമ്മൾ അറിയുന്നതും അറിയപ്പെടുന്ന വസ്തുക്കളും ഈ അറിയുന്നവനും പരമാത്മബോധവുമായിട്ട്, അഖണ്ഡബോധവുമായിട്ട് ഏകീഭവിച്ചു ഒന്നായി തീരും. അവിടെ ആ ത്രിപുടി ബോധം മറയും. ആ സമയത്താണ് ത്രിപുടി ബോധം മറഞ്ഞ് അഖണ്ഡബോധവുമായിട്ട് ഒന്നിച്ചൊന്നായി ചേർന്നിരിക്കുന്ന അനുഭൂതിക തലത്തിലാണ് ഹൃദയഗുഹയിലെ ദഗരാകാശം വെളിപ്പെടുന്നത്. കരണവും ഇന്ദ്രിയം കളേവരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. കരണവും അന്ധകരണ ഘടകങ്ങളും കരണവും ഇന്ദ്രിയം ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഈ ഇന്ദ്രിയ സമൂഹവും കളേബരം ശരീരം തുടങ്ങി അറിയപ്പെടുന്ന അനേക ജഗത്തും ഓർക്കിലെല്ലാം തന്നെ പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. തിരുശരീരത്തിന്റെ അംശമാണ്, പരമാത്മ സ്വരൂപത്തിന്റെ അംശമാണ്. ആ അംശമാണ്, ഈ ബാഹ്യ രൂപങ്ങളാണ് ഈ ത്രിപുടി മുടിയുന്ന സമയത്ത് ഏകീഭവിച്ച് ഒന്നായിട്ട് ചേർന്ന് ഹൃദയഗുഹയില് സത്വഗുണം നിറഞ്ഞ് പൂരിതമായി നിറയ്ക്കപ്പെടുന്ന ആ അവസ്ഥയില് ആത്മോപദേശ ശതകത്തിലൂടെ വീണ്ടും കടന്നു പോകുമ്പോൾ അധിക വിശാല മരുപ്രദേശം ഒന്നായി വരുന്നത് പോലെ നദി പെരുകി വരും. അധിക വിശാല മരുപ്രദേശം ഒന്നായി മരുപ്രദേശത്തിലോട്ട്, ഒരു മരുഭൂമിയിലോട്ട് ഒരു നദി എങ്ങനെ ആർത്തിരമ്പി വരുന്നുവോ അതുപോലെ അനാഹത ധ്വനികള് മുഴക്കപ്പെടും. എന്താണ് സഹോദരങ്ങളെ അനാഹതം എന്ന വാക്കിന്റെ അർത്ഥം? അനാഹതം എന്ന് പറഞ്ഞാൽ മുഴക്കപ്പെടാതെ മുഴങ്ങുന്നത്. നമ്മൾ ആനുഭൂതിക തലത്തിൽ ലയിച്ചിങ്ങനെ ഇരിക്കുന്ന ആ അവസ്ഥയില് ഹൃദയ ഗുഹയില് ശൂന്യമായി സത്വഗുണം പൂരിതമായിരിക്കുന്ന ബാഹ്യപ്രപഞ്ചത്തിലെ വിഷയങ്ങളെല്ലാം അളിഞ്ഞു ചേർന്ന് ഇല്ലാതായിരിക്കുന്ന ആ അവസ്ഥയില് ഒരു നദി എങ്ങനെയാണോ മരുപ്രദേശത്തേക്ക് ആർത്തിരമ്പി വരുന്നതെന്ന് പോലെ നാഥമുണ്ടാകും, അനാഹത ധ്വനികളുണ്ടാകും. 8 തരം നാഥങ്ങളുണ്ട്. ശംഖനാദം, വീണാരവം, വേണുഗാനം തുടങ്ങി ദുന്ദുഭിഘോഷം തുടങ്ങി 8 തരം നാഥങ്ങൾ കേൾക്കാൻ ഇടവരുമെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്നും 101 നാഡികള് ഇങ്ങനെ പോകുന്നുണ്ട്. 101 നാഡികൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിനെ ഒരു പൂത്ത ഒരു കൊടി പോലെയാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറയുന്നത്. ഈ അനാഹത ധ്വനി ഹൃദയ ഗുഹയിൽ മുഴങ്ങുന്ന സമയത്ത് പൂത്തൊരു കൊടി പോലെ നമുക്ക് അനുഭവപ്പെടും. അവിടെ സുഗന്ധപൂരിതമാകും, പ്രകാശം വന്ന് നിറയും. സത്വഗുണം, രജസ്സുഗുണം, തമോ ഗുണം അനുസരിച്ച് ചുമന്നതും തമോ ഗുണമാണെങ്കിൽ കറുത്തതും സത്വഗുണമാണെങ്കിൽ വെള്ള നിറത്തില് പ്രകാശപൂരിതമാകും നമ്മുടെ ഹൃദയാന്തർഭാഗം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത്, ത്രിപുടി മുടിയുന്ന സമയത്ത് അന്നാളണയും അതിങ്കലശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. അങ്ങനെ ഈ പിന്നീട് ശബ്ദവീചികൾ പോലും നമുക്ക് കേൾക്കാൻ പറ്റാതായി വന്നിട്ട്
അവിടെ സ്വയം പ്രകാശ സ്വരൂപനായിട്ട് അഖണ്ഡബോധം നിന്ന് ജ്വലിക്കും. അതാണ് നമ്മൾ ആത്മോപദേശ ശതകത്തിലൂടെ, പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്കറിയാം മനസ്സിനെയും ശരീരത്തെയും വളരെയധികം വ്രതനിഷ്ഠ കൊണ്ടും ഇത്രയും ദിവസത്തെ ഇവിടെ ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ഹൃദയം ആത്മോപദേശ ശതകത്തെ കേൾക്കുവാൻ സർവദാ പ്രാപ്തിയുണ്ട്. അപ്പോൾ ഗുരു ആ ആനുഭൂതിക തലത്തെ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു. അത് തന്നെയാണ് ദർശനമാല എന്ന കൃതിയിൽ പറയുന്നു. എങ്ങനെ? ദക്ത്വാ ജ്ഞാനാഗ്നിനാ സർവം ഉദ്ദേശ്യ ജഗദാംഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിതഃ. മഹാഗുരു ഈ ആനുഭൂതിക തലത്തിലോ ആനന്ദ തുലീന നിലയിൽ ഇങ്ങനെ അമർന്നിരുന്ന സമയത്ത് ദക്ത്വാ ജ്ഞാനാഗ്നിനാ സർവം ഉദ്ദേശ്യ ജഗദാംഹിതം, ലോകത്തിന്റെ ക്ഷേമത്തെ കരുതി ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് സർവത്തെയും ദഹിപ്പിച്ചുകൊണ്ട് ആരില്ലാത്ത കർമ്മത്തിൽ മുഴുകി ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിതഃ. നമ്മളിപ്പോ പറഞ്ഞ ആനുഭൂതിക നിലമാണ് ബ്രഹ്മവിത്ത് ഭാവം. ഗുരുദേവന ബ്രഹ്മവിത്ത് ഭാവത്തിൽ അമർന്നിരുന്നു കൊണ്ടാണ് ഇവിടെ സർവവിധ പ്രാപഞ്ചിക കർമ്മങ്ങളിലും നമുക്ക് വേണ്ടിയിട്ട് നടത്തിയത്. ബ്രഹ്മവിത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സമ്പൂർണം ഈശ്വര സാക്ഷാത്കാര അവസ്ഥ. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് 4 അവസ്ഥകളിലൂടെ വേണമെങ്കിൽ കടന്നു പോകാം. ബ്രഹ്മവിത്ത് ഭാവം, ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരിയാൻ, ബ്രഹ്മവിദ്വരിഷ്ടൻ. ബ്രഹ്മവിത്ത് ഭാവത്തിൽ അമർന്ന ജ്ഞാനിവര്യന്മാരൊക്കെയും പിന്നീട് ഒരു കർമ്മങ്ങളിലും ചരിക്കേണ്ടതില്ല. അതിനെയൊക്കെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ആ അറിവിനെ, ജ്ഞാനത്തെ, ആനുഭൂതിക തലത്തെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് അഖണ്ഡബോധത്തിൽ ലയിച്ചിങ്ങനെ ഇരിക്കും. ബ്രഹ്മവിദ്വരിയാൻ, ബ്രഹ്മവിദ്വരിഷ്ടൻ തുടങ്ങിയ തലത്തിലേക്ക് പോകും. പക്ഷേ മഹാഗുരു എന്താണ് തീരുമാനിച്ചത്? തട്ടിത്തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. ഈ ആനുഭൂതിക തലത്തെ പ്രോജ്വലിപ്പിച്ച് ഏതെങ്കിലും ഗുഹയിലോ അവിടെയെങ്കിലുമൊക്കെ പോയി തപസ്സിരിക്കാതെ ആർത്തരായ, അലംബഹീനരായ, ദുഃഖിതരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമെന്ന് അവിടുന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാവിധ കർമ്മങ്ങളിലും അവിടുന്ന് ചരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ആനുഭൂതിക തലം ഒന്നുകൂടി നമ്മളിൽ ആവർത്തിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ആത്മോപദേശ ശതകം എന്ന കൃതി, ശതകം എന്നാൽ 100 എന്ന് നമുക്കറിയാം. 100 ഉജ്ജ്വല രത്നങ്ങൾ അടങ്ങിയ വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ, സാധനാ മാർഗങ്ങൾ, ആനുഭൂതിക ദശകൾ തുടങ്ങി എല്ലാം അടങ്ങിയിട്ടുള്ള 100 ഉജ്ജ്വല രത്നങ്ങൾ അടങ്ങിയിട്ടുള്ള ദിവ്യമായ ഒരു പേടകമാണ് ആത്മോപദേശ ശതകമെന്ന മഹത്തരമായ വേദാന്ത കൃതി. അതിമഹത്തരമായ ആ വേദാന്ത കൃതിയുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു താക്കോൽ മാത്രമേ എനിക്ക് നിങ്ങളിലേക്ക് തരുവാൻ സാധിക്കുകയുള്ളൂ. അതും ഗുരു അനുഗ്രഹിച്ചാൽ മാത്രം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ മഹാവിജ്ഞാന സാഗരത്തെ, വേദാന്ത ശാസ്ത്ര ഗ്രന്ഥത്തെ നമ്മൾ തുറന്നു നോക്കിയിട്ട് അതിലേക്കൊരു വഴിത്തിരിവ് മാത്രമാണ്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളതിനെ നമ്മൾ എടുക്കണം. മഹാഗുരു പറയുകയാണ്, നമ്മളിങ്ങനെ വിവിധ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
ഈ പ്രപഞ്ചത്തില് ഏറിയ കൂറും ദുഃഖമയമാണ് ജീവിതം. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതൊക്കെയും ദുഃഖപൂരിതമാണ്. സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തില് നമ്മൾ സൃഷ്ടിയുടെ രഹസ്യത്തെ അറിഞ്ഞിരിക്കണം. അതായത് ആനുഭൂതിക തലം അഖണ്ഡബോധവുമായി ഏകീഭവിച്ച് ഒന്നായി ഇരിക്കുമ്പോൾ വിവിധ നാമരൂപങ്ങള് ഇവിടെ കാണുമാറാകും. പക്ഷെ അതെല്ലാം ഒരേ ഒരു പരമാത്മ ചൈതന്യത്തിന്റെ സ്വരൂപമാണ്. സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് പോലെ, മണ്ണിൽ നിന്ന് വിവിധ രൂപത്തിൽ പാത്രങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ജീവജാലങ്ങളും സകല സസ്യജാലങ്ങളും എല്ലാം തന്നെ ഒരാത്മസത്തയിൽ നിന്ന് രൂപാന്തരം പ്രാപിക്കുന്നതാണ്. നമ്മളുടെ ദൃഷ്ടിയിൽ അതിനെ സൃഷ്ടി എന്ന് പറയും. സൃഷ്ടിക്ക് 6 ഭാവങ്ങളുണ്ട്. ഒന്നാമത് അസ്ഥി അവ്യാകൃതമാണ്. അസ്ഥി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പൊരുൾ എന്നാണ്. അതായത് പ്രത്യേകിച്ച് രൂപലക്ഷണമൊന്നുമില്ല. ഒരു സൃഷ്ടി ഇവിടെ ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അത് 6 ഭാവങ്ങളിലൂടെ കടന്നു പോകും. ഒന്നാമത് രൂപലക്ഷണമൊന്നുമില്ലാത്ത അസ്ഥി എന്ന് പറയുന്ന ഭാവം, അതിന് സ്വരൂപലക്ഷണം ഒന്നുമില്ല. രണ്ടാമത്തെ ഭാവം ജന്മം. ഈ പൊരുളിന്, ഈ പരമാത്മ ചൈതന്യത്തിന്, ഈ പരമാത്മ ബോധത്തിന്, ഈ അഖണ്ഡ ബോധത്തിന് സ്വരൂപലക്ഷണം കൈവരും. ജനി പ്രാദുർഭാവേ, അതായത് സ്വരൂപലക്ഷണം പ്രകടമാവും. ആ പൊരുളിന് സ്വരൂപലക്ഷണം പ്രകടമാവുന്നതോടുകൂടി ഇവിടെ ജന്മം സംഭവിച്ചു. നമ്മളൊക്കെ ഒരു ശിശു ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ജന്മമായിട്ട് കരുതുന്നത്, അല്ലയോ? പക്ഷേ ആ ഒരു ചൈതന്യത്തിന് സ്വരൂപലക്ഷണം നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ സംഭവിച്ചു. പൂർണ്ണ രൂപം കൈവരുന്നുണ്ട്. അപ്പം സ്വരൂപ ലക്ഷണം പ്രകടമല്ലാതിരുന്നത് പ്രകടമായപ്പോൾ ജന്മം സംഭവിച്ചു. നമ്മുടെ ഭാവത്തില് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പക്ഷേ ഉദരത്തിൽ നിന്നും പുറത്തു വന്നു കഴിയുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ജന്മം. എന്തായാലും അസ്ഥി, ആ പൊരുള് ഒരു സ്വരൂപ ലക്ഷണം കൈവരുന്നതോടുകൂടി അത് ജന്മം കൈക്കൊണ്ടു. സ്വരൂപ ലക്ഷണം കൈവന്നതോടുകൂടി അതിനെ ജന്മം എന്ന് പറയും. മൂന്നാമത്, ജന്മമെടുത്ത ഒരു ജീവി അനുസ്യൂതം വളർന്നുകൊണ്ടേയിരിക്കും. അതിനെ മൂന്നാമത്തെ ലക്ഷണം വൃദ്ധി. ജന്മമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പൊസിഷനിൽ ഒരിക്കലും നിലനിൽക്കത്തില്ല. അത് അനുസ്യൂതം വളർന്നുകൊണ്ടേയിരിക്കും. ജനിച്ചപ്പോഴത്തെ രൂപമാണോ ഇപ്പോൾ നമുക്ക്? ആണോ സഹോദരങ്ങളെ? അല്ല. അപ്പോൾ അനുനിമിഷം വളർന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൃദ്ധി എന്ന് പറയുന്നത്. നാലാമത്തെ ഭാവം പരിണാമം. ഇങ്ങനെ അസ്ഥിതയിൽ നിന്ന് ജന്മമെടുത്തു, വൃദ്ധി പ്രാപിച്ചു, പിന്നീട് പരിണാമ ദശയിലെത്തുമ്പോൾ ഒരു ജീവനും വളരുന്നില്ല, പക്ഷെ മാറ്റങ്ങൾ സംഭവിക്കും. വളർച്ച പൂർണ്ണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കുറെ കാലത്തേക്ക് നമുക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? നമ്മുടെ ത്വക്കൊക്കെ ചുളിയാൻ തുടങ്ങും, മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങും, നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ അല്പം കുറവ് സംഭവിച്ചതായിട്ട് തോന്നാൻ തുടങ്ങും. അത് പരിണാമത്തിൻ്റെതായ അവസ്ഥ. അടുത്ത അഞ്ചാമത് അപക്ഷയം. നമ്മളൊക്കെ ഇങ്ങനെ പരിണാമത്തിലൂടെ കടന്നു വന്ന അപക്ഷയത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അസ്ഥിക്ഷയവും തേയ്മാനവുമാണ്.
നമ്മൾ ഏത് സ്റ്റേജിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അപക്ഷയത്തിൽ എത്തിച്ചേർന്ന ഒരു ജീവൻ അടുത്തതായിട്ട് വിനാശത്തിലേക്ക് കടക്കും. വിനാശം എന്നതിന്റെ അർത്ഥം വിശേഷ രൂപത്തിന് വന്ന മാറ്റം. ആ വിശേഷ രൂപത്തിന് മാറ്റം വരുന്നു. നോക്കിക്കേ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ തുടങ്ങിയത് എവിടുന്നാണ്? സ്വരൂപ ലക്ഷണമില്ലാത്ത ഒരു ചൈതന്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. സ്വരൂപ ലക്ഷണം വന്നപ്പോൾ അതിനെ ജന്മം എന്ന് പറഞ്ഞു. ഈ സ്വരൂപ ലക്ഷണത്തിന് വിനാശം വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യര് പറയും മരണം സംഭവിച്ചു. പക്ഷെ നമ്മൾ ഓർക്കുക, ആത്യന്തികമായിട്ട് സ്വർണം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് പോലെ ഈ ഒരു ചൈതന്യം ഇവിടെ നിലനിൽക്കും. ആ വിശേഷപ്പെട്ട രൂപം മാത്രമാണ് നശിച്ചത്. നമ്മൾ ചിന്തിക്കണം. ആത്മോപദേശ ശതകം കേട്ടിട്ട് നമ്മൾ മനനം ചെയ്യണം. സ്വതന്ത്ര ബുദ്ധിയോടെ നമ്മൾ സമീപിക്കേണ്ടുന്ന ഒരു കൃതി തന്നെയാണ് ആത്മോപദേശ ശതകം എന്ന കൃതി. നിങ്ങളിത് വീട്ടിൽ പോയിരുന്ന് ഒന്നുകൂടിയൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ സൃഷ്ടിയുടെ രഹസ്യം പിടികിട്ടും. യാതൊരു സ്വരൂപ ലക്ഷണവും ഇല്ലാതെ വന്ന നമ്മൾ ഇവിടെ ജന്മം കൈക്കൊണ്ട് വൃദ്ധി പ്രാപിച്ച് പരിണാമദശയിലെത്തി അപക്ഷയത്തിലേക്ക് മാറി വിനാശം സംഭവിച്ചു. പക്ഷേ ആ അഖണ്ഡബോധം, ആ സത്യം ഇവിടെ നിലനിൽക്കും. ഭഗവത് സ്വരൂപങ്ങൾ ജനനി നവരത്ന മഞ്ജരിയിലൂടെ പറയുകയാണ്, അല്ലയോ ദേവി, ഇതൊന്നും സൃഷ്ടിയല്ല, മറിച്ച് എന്താണ്? നിന്റെ ആത്മപ്രകാശനത്തിന്റെ ഒരു മുഖം മാത്രമാണ്. ഈ ബാഹ്യപ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന മീനായതും ഭവതി മാനായതും ജനനി, നീ നാഗവും നഖഗന്ധാനായതും ധര നദി നാരിയും നരനും ആ നാഗവും നരകവും, നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. അല്ലയോ ദേവി, ഈ പ്രപഞ്ചത്തില് കാട്ടിൽ വസിക്കുന്ന മാനായതും ജലത്തിൽ വസിക്കുന്ന മീനായതും ധരാ നദി നാരിയും, ഭൂമിയായിരിക്കുന്നതും നദിയായിരിക്കുന്നതും പർവ്വതമായിരിക്കുന്നതും പക്ഷിയായിരിക്കുന്നതും പുരുഷനായിരിക്കുന്നതും സ്ത്രീയായിരിക്കുന്നതും, ഇങ്ങനെ നാനാവിധ പ്രപഞ്ച പ്രതിഭാസങ്ങളെ അറിഞ്ഞുകൊണ്ട് ഈ ഞാനായിരിക്കുന്നതും അല്ലയോ ഭവതി നിന്റെ ലാസ്യത്തിന്റെ, നിന്റെ നടനത്തിന്റെ ഒരു ഭാവമാണ്. ദേവി ഇങ്ങനെ ലാസ്യരൂപത്തില് നൃത്തം വെക്കുമ്പോൾ ഈ പ്രപഞ്ചത്തില് സർവചരാചരങ്ങളും അനുനിമിഷം ഇങ്ങനെ വിവിധ രൂപങ്ങളെ കൈക്കൊണ്ട് വിവിധ ഭാവങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചരിക്കുമാറാകും. മനസ്സിലായോ? നമ്മള് സൃഷ്ടിയുടെ രൂപത്തില് ഭഗവാൻ ജനനി നവരത്ന മഞ്ജരിയിലൂടെ പറയുന്നു, ഇതൊക്കെയും നിന്റെ ലാസ്യത്തിന്റെ, നിന്റെ നടനത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സുഖവും ദുഃഖവും ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രാരാബ്ധ കർമ്മങ്ങളും എല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ദേവിയുടെ നടനത്തിന്റെ ഒരു ഭാഗമാണ്. അതതിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പോകട്ടെ എന്ന് നമ്മളൊന്ന് നനച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ ദുഃഖത്തിൽ നിന്ന് മോചനമില്ല. ഒരു സാധാരണ മനുഷ്യന് ഈ ദുഃഖത്തിൽ നിന്ന് മോചനമില്ല എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ പറയുന്നു. അതിനെന്താണ് കാരണം? അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും ഇതിനോടൊരിതന്ത വാമയായും വരും. ഇവ രണ്ടു ലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു.
നമ്മുടെ ആ അറിവിലിരുന്നു കൊണ്ട് പരമാത്മ ചൈതന്യം ഇവിടെ ജന്മമെടുക്കുമ്പോൾ ആ ജന്മത്തോടൊപ്പം തന്നെ നമ്മളൊരു ശിശുവായിട്ട് ഉദരത്തിൽ രൂപം പ്രാപിക്കുന്ന അവസ്ഥയില് നമ്മളൊരു ജഡമായിട്ടല്ല, ആ ഒരു ജഡം ഇവിടെ രൂപം പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ഒരഹന്ത കൂടെ പോരും. ആ അഹന്തയ്ക്ക് പറയുന്ന പേരാണ് ഞാൻ. ഞാൻ എന്ന ഭാവം ഈ ജന്മത്തോടൊപ്പം ഉണ്ടാവും. ഗുരു പറയുകയാണ്, ഈ അഹന്തയോടൊപ്പം തന്നെ വരും ഇദന്തയും. ഇദന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്. പ്രപഞ്ചത്തിൽ എന്തു കാര്യത്തെ എടുത്തു കഴിഞ്ഞാലും ഞാൻ എന്ന ബോധവും ഇത് വസ്ത്രം, ഇത് ആഭരണം, ഇത് ഇന്നത് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇതാരാണ്? ഇത് ഞാനാണ്. അപ്പൊ ഇങ്ങനെ വരും ഇവ രണ്ട് ലപങ്ങൾ പോലെ, രണ്ട് വള്ളികൾ പോലെ പരമാത്മ ശക്തിയോടൊപ്പം. അതായത് ഒരു മരമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഒരു മായാ മരമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ മറയെ പടർന്നുകൊണ്ട് ആ പരമാത്മ ചൈതന്യത്തെ മറച്ചുകൊണ്ട്, പരമാത്മ ചൈതന്യം ആനന്ദ സ്വരൂപമാണ്. ആനന്ദം എപ്പോഴും അനുഭവിക്കുന്നതാണ് പരമാത്മ സ്വരൂപം. അത് നമ്മളിൽ തന്നെയുണ്ട്. നമ്മളിൽ തന്നെയുള്ള ആ സ്വരൂപമാണ് സുഖത്തെ അനുഭവിക്കുന്നത്. പക്ഷേ എന്താണ്? അഹന്തയും ഇദന്തയും കൂടി ചേർന്ന് മായാമരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്നുകൊണ്ട് നമ്മുടെ സുഖത്തെ മറയ്ക്കുന്നു. മായാമരം അഖിലം മറയെ പടർന്നിടുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഗുരു ആത്മാവദേശ ശതകത്തിൽ പറയുന്നുണ്ട്, വ്യയമണയാതെ വെളിക്ക് വേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും പ്രിയമകമേ ഇരിപ്പുണ്ട്. അതായത് വ്യയമണയാതെ വെളിക്ക് വേല ചെയ്യുമെന്ന് പറയുന്നത് ഒരു കുറവും വരാതെ ബാഹ്യ വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട്, നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്തുകൊണ്ട് സുഖം അനുഭവിക്കാനുള്ള ഒരു ത്വര, ഒരഭിവാഞ്ച എല്ലാ മനുഷ്യനിലും സംജാതമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പുറമേയുള്ള ബാഹ്യ വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് സുഖം അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ നിത്യമാകും അകമേ ഇരിപ്പുണ്ട്. ആ അകമേ ഇരിക്കുന്ന പ്രിയം, ഉള്ളിലുള്ള പ്രിയം, അതിനെയാണ് ഈ മായാമരം മറയെ പടർന്നിടുന്നത്. ഒരൊറ്റ ഉദാഹരണത്തിലൂടെ ഞാനത് പറഞ്ഞു തരാം. നമ്മളിപ്പോ ഒരാള് വളരെ ആഗ്രഹിച്ച് ഒരു വീട് നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കുക. എന്ത് നിർമ്മിക്കുന്നു? ഒരു വീട്. ആ വീട് നിർമ്മിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട് ലഭിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് സുഖം ലഭിക്കും. സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീട് വേണമെന്നുള്ള അതിയായ അഭിനിവേശം മനസ്സിലുണ്ടായി. പിന്നീട് അതിനുള്ള ശ്രമങ്ങളായി. വീട് വെക്കാൻ സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ സ്ഥലം വാങ്ങിച്ചു. പിന്നെ അതിനുള്ള ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് വീട് പണിക്കുള്ള ഓരോ സാമഗ്രികളും തേടി നമ്മള് അതെല്ലാം കൊണ്ടുവന്ന് പണി തുടങ്ങും. പക്ഷെ നമ്മൾ ഓർക്കുക, ബാഹ്യ വിഷയങ്ങളിലാണ് സുഖമിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീട് പണി ആരംഭിക്കുമ്പോഴൊന്നും നമുക്ക് യാതൊരു സുഖവും അനുഭവപ്പെടത്തില്ല. മാത്രവുമല്ല, വീട് പണി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ എവിടുന്നൊക്കെയോ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ക്ലേശങ്ങളെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി ആ വീട് പണി അങ്ങനെ പൂർത്തീകരിക്കും. അതിന്റെ പണി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ശാന്തി, ഒരു സമാധാനം ഒരല്പ നിമിഷത്തേക്ക് തോന്നുമോ ഇല്ലയോ? നമ്മൾ വളരെ ആഗ്രഹിച്ചിരുന്ന വീട്ടുപണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ സന്തോഷം തോന്നുമോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ.
തോന്നും. പക്ഷെ നമ്മൾ ഓർക്കുക, ആ സന്തോഷം നമ്മൾക്ക് അല്പനേരത്തേക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നൈമിഷികമായ ഒരു സുഖം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പിന്നീട് നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യമായ സാമഗ്രികൾ വാങ്ങിക്കണമെന്നായി അടുത്ത ചിന്ത. വീണ്ടും ആ മായാമരം മറയെ പടർന്നുകൊണ്ട് വീണ്ടും വരും. അപ്പൊ ഈ മറ ഉണ്ടാക്കുന്നത് എന്താണ്? ആഗ്രഹം, അല്ലേ? വീട് പണിയണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. വീട് പണി പൂർത്തീകരിച്ചപ്പോൾ മറ നീക്കി സുഖം പുറത്തു വന്നു. നമ്മള് സുഖം അനുഭവിച്ചു, ആനന്ദം അനുഭവിച്ചു. അപ്പം വീട് പണി എന്ന കർമ്മത്തിലാണോ സുഖമിരിക്കുന്നത്? അത് പൂർത്തിയായി എന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ടാണോ സുഖം അനുഭവിച്ചത്? നമ്മൾ ആലോചിക്കുക. അത് പൂർത്തീകരിച്ചു എന്ന് നമ്മൾ മനസ്സിൽ തോന്നിയപ്പോഴാണ് സുഖം അനുഭവിച്ചത്. വീണ്ടും അടുത്ത ആഗ്രഹത്തിനു പുറമേ പോകുമ്പോൾ വീണ്ടും നമ്മളുടെ അകമേ ഇരിക്കുന്ന പ്രിയം, സുഖം വീണ്ടും മറക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, കിളികളെ 5 അരിഞ്ഞു കീഴ്മറിക്കണമെന്ന്. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു ഉപശമനം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഈ ദുഃഖത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, നമ്മൾ ലൗകിക ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ആനന്ദം അനുഭവിച്ച് ജീവിക്കുവാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് ഉപശമിപ്പിച്ചാൽ മാത്രം മതിയാവും. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഈ ആഗ്രഹങ്ങളും ഈ ദുഃഖങ്ങളും ഈ ദുരിതങ്ങളും എല്ലാം സകലതുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും. ഗുരു പറയുകയാണ്, ഇതെല്ലാം ഉള്ളത് തന്നെ. ഈ പലവിധത്തിൽ കാണപ്പെടുന്ന മീനായതും മാനായതും എല്ലാം, രാജേശ്വരിയായതും മനോജ് മാവങ്കലായതും ഇങ്ങനെ സരസ്വതിയായതും കാർത്തിയാനിയായതും എല്ലാരും ഉള്ളത് തന്നെ. പക്ഷേ തത്വചിന്താഗ്രഹനിത സർവവും ഏകമായി ഗ്രഹിക്കും. ഇങ്ങനെ രാജേശ്വരിയായിട്ടും പലവിധ പേരുകളില് പലവിധ രൂപങ്ങളില് ഇവിടെ നിലകൊള്ളുന്ന, സർവജീവനിലും കുടികൊള്ളുന്ന ആത്മചൈതന്യം, ആത്മസ്വരൂപത ഒന്ന് തന്നെ എന്ന് ദർശിച്ചു കഴിഞ്ഞാൽ, എല്ലാത്തിലും ഏകത്വം ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഉണ്ടാവില്ല. ഏകത്വം ദർശിക്കാത്തവരാണ് സുഖം തേടി അവിടെ ചെന്നാൽ സുഖം കിട്ടും, ഇവിടെ ചെന്നാൽ സുഖം കിട്ടും എന്ന് കരുതിയിട്ട് ആരണം ക്രിയകളുടെ പുറകെ പോകുന്നത്. നമുക്കറിയാം പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആരണം ക്രിയകളുടെ പുറകെയാണ്. എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആരണം ക്രിയകൾ? വേദങ്ങളിൽ ക്രിയകളെ പറ്റി അനുശാസിക്കുന്ന ഭാഗമാണ് ആരണം. ആരണമനുസരിച്ച് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, പ്രശ്ന പരിഹാരങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ പുണ്യവൃത്തി ഉണ്ടാവും, പാപമോചനമുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് സാധാരണ ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യര് നെട്ടോട്ടമോടും. അങ്ങനെ ദുഃഖങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് എവിടെ ചെന്നാലാണ് ശാശ്വതമായ പരിഹാരം കിട്ടുന്നത്? പ്രിയമകമേ തന്നെ ഇരിപ്പുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ തത്വം ഗ്രഹിക്കാത്തവൻ അവിടെ ചെന്നാൽ സുഖം കിട്ടും, ഇവിടെ ചെന്നാൽ സുഖം കിട്ടുമെന്ന് മനസ്സിലെ ദുഃഖത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്
ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നവന്റെ മുന്നിലേക്കാണ് പ്രശ്ന പരിഹാരവുമായിട്ട് ആര് കടന്നു വരുന്നത്? ചില പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും ഒക്കെ കടന്നു വരുന്നത്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നതാണ്. ഇതുപോലെ കബളിപ്പിക്കപ്പെടുന്നവർ ധാരാളം ഈ സമൂഹത്തിലുണ്ട്. തത്വചിന്ത ചെയ്ത് ഏകമെന്ന് ഗ്രഹിക്കുന്നവൻ ഒരു കർമ്മവും തേടി ഒരു സ്ഥലത്തും പോകേണ്ടതില്ല. എന്തുകൊണ്ടാണ് ദുഃഖം നമുക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ബാഹുലേയാഷ്ടകം എന്ന കൃതിയിലൂടെ ഗുരു പറയുകയാണ്. ഹ്രീം 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 ഹൃഷ്ട ഷഡ്കന്ധരം അഘമരണാരണ്യ സംവർദ്ധവഗ്നി. അഘമരണാരണ്യം നമ്മളെ പിടികൂടും. എന്താണ് അഘം? പാപബോധം കൊണ്ടുണ്ടാകുന്ന ഭയം. രണ്ടാമത്തെ ഭയം മരണഭയം. ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവനെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ അലട്ടുന്നത് പ്രധാനമായും 2 തരം ഭയമാണ്. ഒന്നെന്താണ്? പാപബോധം കൊണ്ടുണ്ടാവുന്ന ഭയം. അതാണ് അഘം എന്ന് പറയുന്നത്. അതൊരു കൊടുങ്കാടിന് സമമാണ്. പാപബോധം കൊണ്ട് നീറുന്ന മനസ്സ് ഒരു കൊടുങ്കാട്ടിൽ അകപ്പെട്ട അവസ്ഥയാണ്. രണ്ടാമത് മനുഷ്യനെ അലട്ടുന്നത് മരണഭയമാണ്. അഘമരണാരണ്യം. ഈ 2 ഭയങ്ങളാണ് ഒരു മനുഷ്യനെ അലട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളതിന്റെ പുറമെ ഓടി നടക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് ഓർക്കുക സഹോദരങ്ങളെ, ഈ ജീവിതത്തോടൊപ്പം തന്നെ, ജന്മത്തോടൊപ്പം തന്നെ കുറിച്ചു വെക്കപ്പെട്ടതാണ് മരണം. പുണ്യത്തോടൊപ്പം തന്നെ ചേർന്ന് വരപ്പെട്ടതാണ് പാപം. പാപവും പുണ്യവും ഒരുപോലെ, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ നമ്മളിലുണ്ട്. അതുപോലെ തന്നെ ജന്മത്തോടൊപ്പം മരണവുമുണ്ട്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ആത്മോപദേശ ശതകം എന്ന കൃതിയിലൂടെ അത് തന്നെയാണ് സവിസ്തരം പറയുന്നത്. മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലയായികിൽ മായാം അനുരുവിട്ടുമിരിക്കിൽ മായ മാറും. അല്ലയോ സഹോദരി, അല്ലയോ സഹോദര, നീ ഈ ജീവിതത്തില്, ഈ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തില് നിന്റെ ചിത്തശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ട് മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുക. അതായത് നമ്മുടെ മനസ്സിനെ ഒരു സാമ്യ അവസ്ഥയിൽ നിലനിർത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹങ്ങളെയൊക്കെ ഒന്ന് ഉപശമിപ്പിച്ചുകൊണ്ട്, ഒരു സംയമനം പാലിച്ചുകൊണ്ട്, ദുഃഖത്തിൽ അങ്ങ് കണ്ണുനീർ വാർത്ത് കരഞ്ഞ് തളർന്നു പോകാതെയും, സുഖത്തിൽ അങ്ങ് തുള്ളിച്ചാടി അഹങ്കരിച്ച് നമ്മൾ ഉന്മത്തരായിട്ട് നടക്കാതെയും മനസ്സിനെ ഒരു സമനിലയിൽ നിർത്തുന്നത് ശീലിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ പ്രാപഞ്ചിക ജീവിതത്തില് വേറൊരു കർമ്മവും സുഖ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതില്ല. അവൻ ലൗകിക വിഷയങ്ങളിലെല്ലാം വ്യാപരിച്ചു കൊള്ളട്ടെ, പക്ഷേ പൂജയും കർമ്മവുമായിട്ട് എങ്ങും അലയേണ്ടതില്ല. മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുക. നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഭഗവാനിലൊന്ന് മനസ്സിനെ അർപ്പണം ചെയ്തുകൊണ്ട് ജീവിക്കാം. രണ്ടാമതായിട്ട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, നീ വനമലർ കൊയ്ത് പൂജ ചെയ്യൂ. എന്താണ് വനമലർ? നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പുഷ്പങ്ങള്, നമ്മുടെ പ്രപഞ്ചത്തില് ഉണ്ടാകുന്ന ചെടികളിൽ നിന്നും പറിക്കുന്ന പുഷ്പങ്ങള് ഭഗവാന് അർച്ചിച്ച് ആരാധന നടത്തുക. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു രൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ
നമ്മുടെ മനസ്സ് ശുദ്ധി നേടും, കാലാന്തരത്തിൽ ചിത്തശുദ്ധി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി വനമലർ കൊയ്യാനും നമുക്ക് നേരമില്ലെങ്കിൽ ഗുരു പറയുകയാണ്, മായാ ഉരുവിട്ടിരിക്കുക. ഈ മായാ ജീവിതം തുടരവേ തന്നെ നീ ഉരുവിട്ടിരിക്കുക. എന്താണ് അനു? നാമജപം അഭ്യസിച്ച് കഴിഞ്ഞുകൂടുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഏത് വീട്ടിലാണ് നാമജപമുള്ളത്? ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന പ്രായത്തിലുള്ളവര് സന്ധ്യാവിളക്ക് വെക്കുന്ന സമയത്ത് അർത്ഥമൊന്നും അറിയില്ല എങ്കിൽ പോലും ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് നാമജപം അഭ്യസിച്ചു വന്നവരാണ്, അല്ലയോ? ആണോ? ഇന്നത്തെ തലമുറയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ മഹായജ്ഞത്തില്, ഈ ജ്ഞാനസാഗരത്തില് ഭാഗഭാക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു? നമ്മുടെ കുട്ടികൾക്ക് നാമം ചൊല്ലുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ്? കുഞ്ഞുനാള് മുതൽ അവരെ നാമം ചൊല്ലുവാൻ പഠിപ്പിക്കേണ്ടത് ആരാണ്? നമ്മുടെ മുതിർന്നവരുടെ ഭാഗത്തു നിന്നും വലിയ ഒരു അലംഭാവം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കുട്ടികള് മൊബൈലിൽ തോണ്ടി ഇരുന്നിട്ട് 10ാം ക്ലാസ്സിലെ CBSE റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അതേസമയം നമ്മളുടെ ആ ഒരു ഏജിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കൊക്കെ വളരെ കുറഞ്ഞാലും 4-5 വിഷയത്തിനൊക്കെ തോറ്റാലും ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇന്ന് ഈ സൗകര്യങ്ങളുടെ എല്ലാം നടുവില്, ധാരാളിത്തത്തിന് നടുവില്, മൊബൈൽ ഫോണും ടിവിയും എന്ന് വേണ്ട, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, AI-യുടെ കാലമാണ്. ഒരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് പട്ടിണി കിടന്നു പോലും നമ്മൾ വിദ്യാഭ്യസിച്ചിരുന്ന കാലഘട്ടത്തില് നമ്മൾ സന്ധ്യ വിളക്ക് വെച്ച് നാമം ചൊല്ലുമ്പോൾ നമ്മുടെ വിശപ്പ് പോലും മാറുമായിരുന്നു, ഇല്ലയോ? പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇല്ലയോ? ഞാൻ കിടന്നിട്ടുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുമ്പോഴ് നമ്മൾ ഈശ്വരനിൽ നിന്ന് അർപ്പിച്ച് മനസ്സിനെ ഏകീകരിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ശക്തി, ഒരു ധൈര്യം കിട്ടും. ഇന്നത്തെ കുട്ടികൾക്കില്ലാതെ പോകുന്നതും അത് തന്നെയാണ്. ശക്തി ശരീരത്തിന് മാത്രമായിട്ട് അധപ്പതിക്കുന്നു. അവരുടെ മനസ്സിന് ശക്തിയില്ല, മനസ്സിന് ശക്തി പോരാ. ചിക്കനും കുഴിമന്തിയും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരമല്ലേ ശക്തി പ്രാപിക്കുന്നത്, അല്ലേ? മനസ്സിന് ശക്തി പ്രാപിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിനാണ് ആത്മോപദേശ ശതകമെന്ന മഹത്തരമായ കൃതി നമുക്ക് ഗുരു നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മള് ഒന്ന് നോക്കിക്കേ, ഇവിടെ നിതിൻ രാജുമാരും രോഹിത് വിമലമാരും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കണം. അധ്യാപകനെ സാർ എന്ന് വിളിക്കുവാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. അയാളൊരു മൃഗമാണ്. ഒരു കുട്ടി മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അത് അധ്യാപകനല്ല, അത് സാറല്ല, അത് ഗുരുവല്ല, അയാളൊരു മൃഗമാണ്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ അധ്യാപകർ പോലും പരിണമിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് നേരെയാവുന്നത്? ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളില്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഗുരുവിന്റെ അനുകമ്പാ ദശകവും ആത്മോപദേശ ശതകവും ഒക്കെയുള്ള കൃതികൾ പഠിപ്പിക്കും എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. വേണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ 130 വർഷം കഴിഞ്ഞില്ലേ ആത്മോപദേശ ശതകമെന്ന വേദാന്ത കൃതി
ഈ പ്രപഞ്ചത്തില് വിശ്വമാനവികതയുടെ ഉള്ളം കൈയിലേക്ക് മഹാഗുരു വെച്ചു തന്നിട്ട്, ഞാൻ പറയുന്നത് ഈ മൃഗമെന്ന കുട്ടികൾ സംബോധന ചെയ്യുന്ന ആ സാറന്മാരുടെ മുന്നിലേക്ക്, അവരുടെ പാഠ്യപദ്ധതിയിലേക്ക് ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇട്ടുകൊടുത്തിട്ട് പറയണം, 44 മുതൽ 49 വരെ ശ്ലോകങ്ങൾ 1000 പ്രാവശ്യം ഒന്ന് ചൊല്ലുക. 44 മുതൽ 49 വരെയുള്ള ഭാഗത്ത് ഗുരു പറയുന്നുണ്ട് മതങ്ങളുടെ ജാതി വിചാരത്തിന്റെ നിരർത്ഥകതയെ കുറിച്ച്. നമുക്കറിയാം പല മതസാരവും ഏകമെന്ന് മഹാഗുരു നമ്മളോട് പറഞ്ഞു. പറയുക മാത്രമാണോ? അത് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മവിത്ത് ഭാവത്തിൽ അമർന്ന മഹാഗുരു അവശരും ആർത്തരും ദുഃഖിതരുമായ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർക്കൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് അരുവിപ്പുറത്ത് മഹത്തായ പ്രതിഷ്ഠ നടത്തിയത്. ആ പ്രതിഷ്ഠയിലൂടെ 2 തരത്തിലുള്ള മോചനമുണ്ടായ പുണ്യമായ ദിനമാണ്. ഒന്ന് മനുഷ്യർക്കുണ്ടായ മോചനം, സാത്വിക ആരാധന നിഷേധിക്കപ്പെട്ടിരുന്ന, വിദ്യാഭ്യസിക്കുവാൻ അവകാശമില്ലാതിരുന്ന, സമ്പത്ത് കൈക്കലാക്കുവാൻ അവകാശമില്ലായിരുന്ന, അധികാര നിഷേധത്തിൻ്റെതായ, അവകാശ രാഹിത്യത്തിൻ്റെതായ, അസമത്വത്തിൻ്റെതായ, അസ്വാതന്ത്ര്യത്തിൻ്റെതായ ചങ്ങലക്കെട്ടുകളാൽ ബന്ധിതരായ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് മോചനമുണ്ടായ പുണ്യദിനമാണ് അരുവിപ്പുറം പ്രതിഷ്ഠയോടുകൂടി സംഭവിച്ചത്. രണ്ടാമത് മോചനമുണ്ടായത് ദൈവങ്ങൾക്ക് തന്നെയാണ്. ശ്രീകോവിലിനുള്ളിൽ കുടിയിരുത്തിക്കൊണ്ട് ഒരു ന്യൂനപക്ഷത്തിന് മാത്രം ആരാധിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട ആ ദൈവമിത ഇറങ്ങി വരികയാണ്, ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അരുവിപ്പുറം അതിന് ഒരു നിമിത്തമായി സഹോദരങ്ങളെ. അരുവിപ്പുറം ഒരു നിമിത്തം മാത്രമാണ്. അഗസ്ത്യനെ തഴുകുന്ന അരുവിപ്പുറം നാരായണ ഗുരുവിന്റെ അദ്വൈത ചിന്ത ആലേഖനം ചെയ്ത പുണ്യഭൂമി അരുവിപ്പുറം. കേരളത്തിൽ മാറ്റത്തിന്റെ ശംഖലി മുഴക്കിയ അരുവിപ്പുറം. അവിടെ പ്രതിഷ്ഠയ്ക്ക് ശേഷം മഹാഗുരു എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ആമിത്. അരുവിപ്പുറത്തെ ഉദ്ദേശിച്ചല്ല ഗുരു മാതൃകാസ്ഥാനമാമിതെന്ന് പറയുന്നത്. ആ ഇച്ചിരിത്തോളം ഭൂമിയെ കണ്ടിട്ടല്ല മഹാഗുരു മാതൃകാസ്ഥാനമാമിതെന്ന് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തെ കണ്ടിട്ടാണ് മഹാഗുരു മനുഷ്യരെ മുഴുവൻ കണ്ടിട്ടാണ് പറഞ്ഞത്, ഇത് മാതൃകാസ്ഥാനമാണ്. എങ്ങനെയുള്ള മാതൃകാസ്ഥാനം? ജാതിഭേദം മതദ്വേഷം ഏതും ഇല്ലാതെ സർവരും സഹോദര തുല്യം വാഴുന്ന, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ആമിത്. എല്ലാവരെയും സമഭാവനയോടെ കണ്ട ഒരു കാര്യം ഇതുവരെ പ്രപഞ്ചത്തിലുണ്ടായോ? വിശ്വമാനവികതയെ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമഭാവനയുടെ വിശ്വചക്രവാളത്തിലേക്ക് കുതിച്ചുയർത്തുവാൻ പര്യാപ്തമായ മഹത്തായ പ്രതിഷ്ഠയാണ് അവിടെ നടന്നത്. മഹത്തായ സന്ദേശമാണ്, മാനവരാശിക്കുള്ള മഹത്തായ സന്ദേശമാണ് അവിടെ ആലേഖനം ചെയ്യപ്പെട്ടത്. ഇതൊന്നും കണ്ടിട്ടും നമുക്ക് മനസ്സിലായില്ല എങ്കിൽ വീണ്ടും ആലുവ അദ്വൈതാശ്രമത്തില് ഗുരു ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. അവിടെ എഴുതി, വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ്. സകല മതങ്ങളുടെയും സാരാംശം എന്തെന്ന്
ഈ ലോകത്തെ അറിയിക്കുന്നതിന്, ലോകത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വാദകോലാഹലങ്ങൾക്കല്ല, ജയം നേടുന്നതിന് വേണ്ടിയിട്ടല്ല. എല്ലാവരും അറിയണം പല മതസാരവും ഏകമെന്ന്. അവൻ ഇവൻ അറിയുന്നതൊക്കെ അവനിൽ ആദിമമായൊരാത്മരൂപം. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ അവനിൽ ആദിമമായൊരു ആത്മാരൂപം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പഠിക്കുന്ന ഞാനും നീയും ഒരേ ഒരു ആത്മസ്വരൂപത്തിന്റെ പരമാത്മ ചൈതന്യത്തിന്റെ ബഹിർസ്ഫുരണങ്ങളാണ് എന്ന് അധ്യാപകൻ പഠിച്ചിരുന്നുവെങ്കിൽ നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുമായിരുന്നു. അതുപോലെ നമ്മുടെ സമൂഹത്തില് സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് അനുകമ്പാ ദശകവും ആത്മോപദേശ ശതകവും ഈശോവാസ്യ ഉപനിഷത്തും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ കുട്ടികള് സിന്തറ്റിക് ഡ്രഗ്സിന്റെ പുറകെ പോകില്ല. ഇന്ന് അമ്മയേതാ പെങ്ങളേതാ എന്ന്, അച്ഛനേതാ എന്ന് വേർതിരിച്ചറിയാൻ മേലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ന്യൂ ജെൻസ്, പുതിയ തലമുറ വന്നിരിക്കുകയാണ്. മുന്നിൽ നിൽക്കുന്നത് അച്ഛനാണെന്നറിയില്ല, പെറ്റ അമ്മയാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയില്ല. ഒരൊറ്റ ചവിട്ടിന് മരണം വരെ സംഭവിക്കുന്നു. ആ ഒരു രീതിയിലേക്ക് സിന്തറ്റിക് ഡ്രഗ്സിന്റെ അടിമകളായിട്ട് കുട്ടികൾ മാറാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഗുരുവിന്റെ മഹനീയമായ കൃതികളെ അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം ചേർത്ത് വെച്ച് അവരുടെ കൈകളിലേക്ക് കൊടുക്കണം. ബ്രാഹ്മണത്വാദിയൊന്നും ജാതിയല്ല എന്ന് ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിൽ ഗുരു പറയുന്നുണ്ട്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രരൊന്നുമല്ല ജാതി. നമ്മളൊക്കെ തെറ്റിദ്ധരിക്കും ജാതി എന്ന് പറയുന്നത് ഇതാണ് എന്ന്. പക്ഷെ അതൊന്നുമല്ല. പുണർന്നു പെറും എല്ലാം ഒരിനം, പുണർന്നു പെറും എല്ലാം ഒരിനം, അതാണ് ജാതി. കാരണം മനുഷ്യര് തമ്മിൽ പുണർന്നാലല്ലേ മനുഷ്യ കുഞ്ഞുണ്ടാകുന്നത്, അല്ലയോ? അപ്പോൾ അതാണ് ഒരു ജാതി. ഓരോ സ്പീഷീസിനെ കണ്ടിട്ടാണ് മഹാഗുരു ജാതി എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കും ഏതാണ് ഇവിടെ കാണുന്ന മനുഷ്യര് തന്നെ പലവിധ ജാതിയാണെന്ന് ചിന്തിച്ച് നമ്മള് കഴിയുന്നത് കൊണ്ടാണ് ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഒന്ന് പറയാതിരിക്കുവാൻ പറ്റില്ല സഹോദരങ്ങളെ, ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജാതി വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. പക്ഷെ ഗുരു പറഞ്ഞ ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ 49 വരെ ശ്ലോകങ്ങൾ പഠിക്കാത്ത ഒരുവൻ എന്താണ് ചെയ്യുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജാതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ജാതി പറയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സമാരാധ്യനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാറ് ചീത്തവിളി കേൾക്കുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? ജാതി പറയുന്നു. പക്ഷെ ഇവിടെ വേർതിരിച്ച് ജാതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളോട് നമ്മുടെ പുറത്തിട്ട് ഒരു വിഭാഗം ജനതയുടെ മുതുകത്തിട്ട് അടിക്കാനുള്ള വടിയായിട്ടാണ് ഗുരുവിന്റെ വചനത്തെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം, നമ്മൾ ഉണരണം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗുരു പറഞ്ഞത് ഈ രാജ്യത്ത് ജാതി ഇല്ല എന്ന് സർക്കാരിലേക്ക് എഴുതി കൊടുത്ത് നിങ്ങൾ നിയമമാക്കണം. അങ്ങനെ ഒരവസ്ഥ സംജാതമായെങ്കിൽ മാത്രമേ ഇവിടെ ജാതി വ്യവസ്ഥ ഇല്ലാതാകത്തുള്ളൂ. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജാതി പറയുന്നത്. ജാതി പറഞ്ഞ് ജാതിയെ ഇല്ലായ്മ ചെയ്യണം. ജാതി പറഞ്ഞ് ജാതിയെ ഇല്ലായ്മ ചെയ്യണം. അല്ലാതെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അവിടെ അടങ്ങിയിരുന്നാൽ മതി,
നിങ്ങളോട് ഗുരു പറഞ്ഞിട്ടുണ്ട്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. പക്ഷെ നമ്മളോട് ഈ പറയുന്നവൻ ജാതി ചിന്തിക്കുകയും ജാതി പറയുകയും ജാതി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ എവിടെയാണ് മതേതരത്വം? എവിടെയാണ് മതനിരപേക്ഷത കളിയാടുന്നത്? അവിടെയാണ് ഒരു ലോജിക്ക് നമുക്ക് പിടികിട്ടാത്തത്. ഒരു ലോജിക്ക് നമുക്ക് പിടികിട്ടാത്തത് അവിടെയാണ്. നമ്മളോട് മാത്രം ജാതി ചോദിക്കരുതെന്ന് പറയുകയും വേറൊരു വിഭാഗം ആൾക്കാർ ജാതി പറഞ്ഞ് ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുക്കുമ്പോൾ ഒരുവനുള്ളതല്ല രാജ്യനീതി, ഒരുവനുള്ളതല്ല രാജ്യനീതി. നമ്മൾ നൽകിയിടും കരമെടുത്ത്, നമ്മൾ നൽകിയിടും കരമെടുത്തു പങ്കിടുന്നതെന്തും അത് നമുക്ക് പൊതുവിലാം. നമ്മൾ നൽകിയിടും കരമെടുത്ത് ഈ രാജ്യത്ത് വിഭവങ്ങള്, സമ്പത്ത് വിതരണം ചെയ്യുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ജാതി അനുസരിച്ചാണ് ജോലി കൊടുക്കുന്നത് എങ്കിൽ, ജാതി അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് എങ്കിൽ, ജാതീയപരമായിട്ട് നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് സംഘടനയുടെ കീഴില് നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംഘടനയുടെ കീഴില് ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്നത്. അതിനായിട്ടാണ് മഹത്തായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെ അവിടുന്ന് നമുക്ക് അരുളി ചെയ്തു തന്നത്. എന്നിട്ട് നമ്മുടെ സ്വത്വബോധത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംഘടിച്ച് ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സ്വത്വബോധം ഉണരുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ മതസാരവും ഏകമെന്ന് നമ്മൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യരെല്ലാവരും ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരു നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഇവിടെ ചെറിയ ചെറിയ ജാതികളായിട്ട് ഓരോരുത്തരും സംഘടിച്ചു നിൽക്കുകയും കിട്ടാനുള്ളത് വാങ്ങിക്കുകയും നമ്മൾ മാത്രം അസംഘടിതരായി ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലോ ഇവിടെ ഒരിക്കലും നീതി പുലരില്ല, ഇവിടെ ഒരിക്കലും നീതി വരാനും പോകുന്നില്ല. ഗുരു പറഞ്ഞതുപോലെ ചെയ്യണം. ജാതി ഇല്ല എന്നുള്ളത് എഴുതിക്കൊടുത്ത് സർക്കാരിലേക്ക് അംഗീകാരം വാങ്ങണം. അപ്പൊ ഇവിടെ എല്ലാവരും സമഭാവനയോടുകൂടി കഴിയും. അല്ലാതുള്ള ഇടങ്ങളിലാണ് നമുക്ക് നമ്മുടെ SNDP യോഗത്തിന്, നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് ജാതി പറയേണ്ടി വരുന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ, യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ സ്റ്റേറ്റ് കാറിൽ യാത്ര ചെയ്യവേ സ്വന്തം കാര്യസാധ്യത്തിന് റിക്ഷാ വണ്ടിയിൽ യാത്ര ചെയ്ത, മാറ്റാത്തതിനെ മാറ്റുവാനും ഉലയാത്തതിനെ ഉലയ്ക്കുവാനും വീഴാത്തതിനെ വീഴ്ത്തുവാനുമായിട്ട് ഒരു കൊടുങ്കാറ്റായിട്ട് വന്ന സഹോദരൻ അയ്യപ്പൻ ഒരു സംഘടനാ ഗാനം നമുക്ക് തന്നിട്ടുണ്ട്. സംഘടിപ്പിൻ സഹചരേ എന്തു നിങ്ങൾക്കാകയില്ല, സംഖ്യതോറും നിങ്ങളാകെ സംഘടിക്കുവിൻ. സംഘടിപ്പിൻ സഹചരേ, അല്ലയോ സഹചരേ, നിങ്ങള് സംഘടിക്കുക, നിങ്ങൾ സംഖ്യതോറും സംഘടിക്കുക. നിങ്ങൾ ഒരുപാട് പേരുണ്ട്, സംഘടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. തുങ്കരമ്യ ഗംഭീര മന്ദിരങ്ങളെങ്ങും പൊങ്ങി വന്നു പറയട്ടെ സംഘശക്തിയെ. നമ്മുടെ സംഘശക്തിയെ വിളിച്ചോതുന്ന മന്ദിരങ്ങൾ ഉണ്ടാകണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം, വ്യവസായ ശാലകൾ ഉണ്ടാകണം. അങ്ങനെ നൂതന സംരംഭങ്ങള് നമ്മുടെ സംഘടനയുടെ കീഴിൽ ഉണ്ടാകണമെന്നാണ് ഗുരു പറയുന്നത്. വീടടക്കമാണും പെണ്ണും യോഗമതിൽ ചേർന്നിടേണം, നാടടക്കം സമുദായം യോഗമാകേണം. വീടടക്കം നമ്മുടെ ഭവനത്തിലെ എല്ലാവരും മഹത്തായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തില് അംഗങ്ങളാകണം. അങ്ങനെ നമ്മൾ ഒന്നിച്ചൊന്നായി ചേരേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സംഘടിക്കാത്തത് കൊണ്ടാണ്, നമ്മളെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇല്ലാത്തത് കൊണ്ടാണ്, അവർ സംഘടിച്ചു നിൽക്കാത്തത് കൊണ്ടാണ്
നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യസിക്കുവാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ ജാതി അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ സംഘടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരും അധിക്ഷേപത്തിന് മുതിരുകില്ല. അതുകൊണ്ട് സംഘടനയുടെ കീഴില് സംഘടിച്ചു നിന്നുകൊണ്ട് സർവ്വവിധ അവകാശങ്ങളും നേടിയെടുക്കുവാൻ നമുക്കേവർക്കും സാധ്യമാകണം. ഇനി ആത്മോപദേശ ശതകം എന്ന കൃതിയിലൂടെ ഒരുപാട് പോകുവാനുണ്ട്. ഇവിടെ സമയം വളരെ അതിക്രമിച്ചത് കൊണ്ട് പ്രിയമുള്ള ആത്മസഹോദരങ്ങളെ, ആത്മോപദേശ ശതകം എന്ന മഹാസാഗരത്തിന്റെ ഒരറ്റത്ത് പോലും ചെല്ലുവാൻ സാധിച്ചില്ല. ഒരു 7 ദിവസത്തെ പരിപാടി ആത്മോപദേശ ശതകത്തിന് തന്നെ ആയിട്ടിങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് നമുക്ക് ആ സാഗരത്തിലേക്കൊന്ന് ഇറങ്ങി ഒന്ന് നടന്ന് നീന്തി കുളിച്ച് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക. ആത്മോപദേശ ശതകം നിത്യജീവിതത്തിൽ എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ സ്വന്തം ശരീരത്തെ കുറിച്ചുമൊക്കെ ബോധ്യമാകണം. തൊലിയെലുമ്പ് മലം ദുരന്തം അന്തകലകളുമേന്തും അഹന്തയാണ്. നമ്മുടെ മാംസമയമായ അസ്ഥിമയമായ ശരീരം, അതായത് സപ്തമലങ്ങളെ കൊണ്ടൊഴുകുന്ന ശരീരമാണ്. മാംസം, അസ്ഥി, മജ്ജ, രക്തം, ശുക്ലം, മേധസ്, രസം തുടങ്ങി നമ്മുടെ കുഴലുകളിലൂടെ ഓടുന്ന ഓരോരോ രസങ്ങള് സപ്തമലങ്ങളാണ്. അപ്പൊ അതും പേറുന്ന ത്വക്കെന്ന ആവരണവും പേറിയാണ് നമ്മളിവിടെ നടക്കുന്നത്. നമുക്ക് കൂടുതലും ചിന്ത എന്താണ്? ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചീരണം, അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പം ആകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം. നമ്മുടെയൊക്കെ ചിന്ത കൂടുതലും ഉണരണം, വീണ്ടും ഉറങ്ങണം, വീണ്ടും ഉണരണം, ഭുജിച്ചീരണം, അശനം, ഭക്ഷണം കഴിക്കണം, പുണരേണം എന്നിവണ്ണം ദാമ്പത്യ സുഖം അനുഭവിക്കണം, അണയും അനേക വികൽപ്പം. ഇങ്ങനെ അനേകം വികൽപ്പങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം. നമ്മുടെ മനസ്സിന്റെ നിർവികാരത കണ്ട്, നമ്മുടെ മനസ്സിന്റെ ആ ആനന്ദ തുലീനത കണ്ട് ഉണരുവാൻ മനുഷ്യരായ നമുക്ക് എവിടെയാണ് സമയം? അപ്പോൾ നമ്മള് ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാനും അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൂടി കൊണ്ടുവരുവാനും സമയവും ഊർജവും മെനക്കെടുത്തിക്കൊണ്ട് തന്നെ പങ്കുചേരണം. അപ്പോഴാണ് ഈ യജ്ഞം ഒരു മഹത്തായ യജ്ഞമായിട്ട് മാറുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മോപദേശ ശതകം നിത്യജീവിതത്തിൽ എന്ന ഒരു വിഷയത്തിന്റെ അന്തർധാരയിലേക്ക് ആഴത്തിലേക്കൊന്നും ഒരുപാട് അങ്ങോട്ട് ചെല്ലുവാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിച്ചിട്ടില്ല. എങ്കിലും ഗുരു എനിക്ക് അനുഭവമായിട്ട് എപ്പോഴും വരാറുള്ളത് കൊണ്ട് തന്നെ, ഗുരുവിനെ എനിക്ക് എപ്പോഴും അനുഭവിക്കുവാൻ സാധ്യമാകുന്നത് കൊണ്ട് തന്നെ ഇനിയും ആത്മോപദേശ ശതകത്തിന്റെ ഉള്ളറകളിലേക്ക് ധാരാളം പോകാൻ സാധിക്കും. കാരണം ഗുരുവാണ്, ഗുരുവിന്റെ നിത്യ ചൈതന്യമാണ് എനിക്കിത് വെളിവാക്കി തരുന്നത്. അല്ലാതെ രാജേശ്വരി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒന്നുമല്ല. ആ അനുഭൂതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഗുരുവ് ഒരനുഭവമായിട്ട് സ്പഷ്ടമായിട്ട് മുന്നിൽ വന്ന് നിൽക്കാറുണ്ട്. ഗുരു ഒരനുഭവമായിട്ട് എന്നെ കൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യിപ്പിക്കാറുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഒരുപാട് അനുഭവങ്ങള് ഉണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മോപദേശ ശതകം എന്ന മഹത്തരമായ കൃതി 1984 എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ അച്ഛനാണ് ആ കൃതി വാങ്ങിച്ചു കൊണ്ടുവന്ന് കാണിക്കുന്നത്. അച്ഛൻ ഒരു ഇരുമ്പ് പെട്ടിയില് ആത്മോപദേശ ശതകം എന്ന കൃതി വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് കട്ടിലിനടിയിൽ വെച്ചിരുന്നു. ഞാൻ അല്പമൊക്കെ പ്രായം ചെന്നപ്പോൾ, ഒരു പ്രീ ഡിഗ്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ആ പുസ്തകം എൻ്റെ കൈകളിലേക്ക് വായിക്കുവാൻ തരുമായിരുന്നു. അന്നൊന്നും അതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാനോ വായിക്കുവാനോ ഞാൻ മെനക്കെട്ടില്ല. അച്ഛൻ പറഞ്ഞു തരുന്ന വാക്കുകൾ കേട്ട് വളർന്നു.
അപ്പോൾ എനിക്ക് ആദ്യ ഗുരു എന്ന് പറയുന്നത് അച്ഛനാണ്. അച്ഛൻ തന്ന ആത്മോപദേശ ശതകമാണ് ഞാൻ നെഞ്ചോട് ചേർക്കുന്നത്. അതിന്നും കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ആ മഹത്തരമായ കൃതിയും ഗുരുവെന്ന ആ സ്വരൂപത്തിന്റെ ചൈതന്യവും ആവാഹിച്ച ജീവിച്ച എൻ്റെ അച്ഛൻ പട്ടിണിയിലും പ്രാരാബ്ധത്തിലും ഞങ്ങളെ മക്കളെ 4 പേരെയും വിദ്യ അഭ്യസിപ്പിച്ചു. അങ്ങനെ അച്ഛൻ തന്നെ ആദ്യ ഗുരുവും പിന്നീട് ഇങ്ങോട്ട് ദർശനമാലയും ആത്മോപദേശ ശതകത്തിന്റെ ഉള്ളറകളുമൊക്കെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ അന്ന് ഇതുപോലെ ശ്രീനാരായണ ദർശന പഠന കേന്ദ്രങ്ങളോ മൊബൈൽ സൗകര്യങ്ങളോ TV പോലും വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്തത്? ഏകലവ്യന്റെ കഥ ഓർത്തുകൊണ്ട് മഹാഗുരുവിനെ തന്നെ ഗുരുവായിട്ട് അന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് പഠനം തുടർന്നതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അപ്പോൾ മഹാഗുരു തന്നെയാണ് എനിക്ക് ഗുരു. ഇന്നും ഒരു സംശയമുണ്ടായാൽ, അതുകൊണ്ട് എൻ്റെ മനസ്സൊന്ന് ചുട്ടുപൊള്ളിയാൽ, മഹാഗുരു എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടാക്കി തരികയും ഞാൻ ആ വാക്ക് വചനം അപ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പേനയും പേപ്പറും എടുത്ത് എഴുതി കട്ടിലിൻ്റെ അടിയിൽ വെക്കും. രാവിലെ എഴുന്നേറ്റ് വായിച്ചു നോക്കുമ്പോഴാണ് എന്തുവാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. എൻ്റെ സംശയത്തിനുള്ള ഉത്തരം അങ്ങനെ ഗുരു തന്നെ തരുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞത് ഭാരതഭൂമിയെ വിഴുങ്ങും ജാതിയോട് അടരിനായി ഭവാൻ അണിനിരത്തിയ ഒരു വലിയ സേന ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അണിനിരത്തിയ ഒരു വലിയ സേന ഇവിടെ വ്യാപിച്ചിട്ടുള്ളത് കൊണ്ടാണ് എല്ലാ പ്രദേശത്തും ഒരുപോലെ മഹത്തായ SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ അനുസ്യൂതം നടന്നത്. നമുക്കിപ്പോൾ ചിന്തിക്കണം, ഭഗവാൻ അണിനിരത്തിയ ആ വലിയ സേനയായിട്ട് നമുക്ക് മാറാം. നമ്മൾ ശപഥം ചെയ്യണം, ആ വലിയ സേനയായിട്ട് നമുക്ക് മാറണം. ഗുരു പറഞ്ഞത് നമ്മുടെ സ്വജീവിതത്തിലേക്ക് നമ്മൾ പകർത്തണം. ഞാൻ ആരാണ്? ഞാൻ ഇരുട്ടല്ല, അഹം ഇരുളല്ല. ഞാൻ ഇരുട്ടല്ല, ഞാൻ പരമാത്മബോധമാണ്, ചൈതന്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ആവട്ടെ ഈ ക്ലാസ്, ഈ പഠന സത്സംഗം എന്ന് ഞാൻ ആശിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ശ്രീ മനോജ് മാവങ്കലാണ്. അതിപ്രശസ്ത പ്രഭാഷകനാണ്. കടൽ കടന്ന് ഗുരുവിന്റെ മഹിമയെ പ്രകീർത്തിക്കുവാൻ പോയ അദ്ദേഹത്തിന്റെ വിശാല മനസ്കത കൊണ്ടാണ് ഞാൻ ഇന്നേ ദിവസം ഇവിടെ നിങ്ങൾ എവരോടുമൊപ്പം ഈ മഹായജ്ഞത്തിൽ പങ്കാളിയായത്. അദ്ദേഹത്തിനോടുള്ള നന്ദി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അനിൽ സാറും അതുപോലെ എനിക്ക് പേരറിയാൻ മേല എല്ലാ സംഘാടക സമിതി അംഗങ്ങളും ഇവിടെ ഒരു പുഷ്പം എടുത്തിട്ടാണെങ്കിലും ഒരു കസേര കൊണ്ടുവച്ചിട്ടാണെങ്കിലും ഈ മൈക്ക് സെറ്റ് നന്നായിട്ട് പ്രവർത്തിപ്പിക്കുന്നവരാണെങ്കിലും ഇതിന്റെ വീഡിയോ എടുക്കുന്ന ആത്മസഹോദരങ്ങളാണെങ്കിലും എന്ന് വേണ്ട ഏതൊരു പ്രവർത്തനവും ഒരു മുട്ടുസൂചി പോലും എടുത്തിട്ടുള്ള ആത്മസമർപ്പണം ചെയ്തിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഗുരുവിന്റെ അപാരമായ കൃപാകടാക്ഷം മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്നും അവരുടെ ജീവിതത്തില് അവരുടെ ശോഭനമായ ഭാവിക്ക് ഗുരുവിന്റെ മഹത്തായ കൃപാകടാക്ഷം ഈ മഹത്തായ യജ്ഞത്തിൽ പങ്കെടുത്തതോടുകൂടി അവിടെ നിന്ന് ലഭിച്ച അറിവിനെ ജീവിതത്തിൽ സാംശീകരിക്കുവാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ഗുരുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വചനത്തെ ശ്രദ്ധാപൂർവം ഇത്രയും നേരം ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സുഹൃതികൾക്കും ഞാൻ ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമോഭാഗം അർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അവതാരവരിഷ്ടം തം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗള
സകലസിദ്ധി. ദേവമൊഴികൾ വേദാന്ത കൃതികൾ ലോകത്തിന്നിരുൾ നീക്കും ദീപം അറിവായി നിറയും അനുകമ്പാമൂർത്തി ഗുരുവല്ലോ ഞങ്ങൾക്കു ദൈവം സർവലോകാനുരൂപ സർവമുക്തായ ദേവ നാമമന്ത്രങ്ങൾ നാവിലേകിടണേ മാനസപ്പൂക്കളാലെ പൂജ ചെയ്തിടാം ദേവ പാദപങ്കജം കാണുവാൻ കഴിയണേ അകവും പുറവും നിറയേണേ ശ്രീനാരായണ ദർശന ധർമ്മ വിചാര മഹായജ്ഞം അഖില ഭാരത ശ്രീനാരായണ ദർശന ധർമ്മ വിചാര മഹായജ്ഞം